പ്രൈസ് ലോർഡ്. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു 6 മാസക്കാലം ദൈവം നമ്മളെല്ലാവരെയും അത്ഭുത അതിശയമായി കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി, കരുതലിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 7-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്ത വചനവുമായി 1-2 ദിവസങ്ങളായി ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന വചനമാണ് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അത് ആവർത്തന പുസ്തകം 33:27 വായിക്കുന്നത്, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാകുന്നു, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദ എവർലാസ്റ്റിംഗ് ആംസ് ഓഫ് ഗാഡ്. ആ തലക്കെട്ടോടെ ഞാൻ ഈ പറയുന്ന ചെറിയ ഒരു മെസ്സേജിനെ കേൾക്കാൻ ദൈവസന്നിധിയിൽ നമ്മളെ ഒരുക്കാം. ദൈവത്തിന്റെ കരങ്ങൾ പലതരത്തിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ചെറിയ കുഞ്ഞായിരിക്കുന്ന കുട്ടിപ്രായത്തിൽ ദൈവം നമ്മളെ ഓരോ ദിവസങ്ങളും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. അതുപോലെ നമ്മളുടെ ആ യൂത്തിന്റെ സമയത്ത് ഹി വിൽ ഡയറക്റ്റ് us ആൻഡ് ലീഡ് us in the correct path and he will protect us. അതുപോലെ വന്ന് നമ്മളുടെ അഡൽട്ട് ഏജിൽ നമ്മൾ വന്ന് വലിയ ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ താങ്ങുന്ന ഒരു കരമുണ്ട്. അതേപോലെ നമ്മളുടെ ആ ഒരു ഓൾഡ് ഏജിലാവുമ്പോഴത്തേ ഹാൻഡ്സ് ഓഫ് കംഫർട്ട് ആൻഡ് പീസ്. അതേപോലെ നമ്മളുടെ മരണസമയത്ത് നമ്മൾ നിത്യതയിൽ കൊണ്ടുപോകുന്ന കരമാണ്. എല്ലാം ഈ ദൈവത്തിൻ്റെ ആ ശാശ്വത ഭുജങ്ങൾ ഈ ദൈവത്തിൻ്റെതാ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിനു വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ആ കരമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണിപ്പഴുതുള്ള കരമുണ്ട്. ആണിപ്പഴുതുള്ള കരങ്ങളിൽ നമ്മൾ ചെന്ന് ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വിടുതൽ തരും. അതുപോലെ ഓരോ ദിവസങ്ങളും നമ്മൾ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. ഓരോ ആപത്തിൽ നിന്ന് വിടുമ്പോൾ ദൈവം നമ്മളെ കരകയറ്റുന്ന കരമുണ്ട്. നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരമുണ്ട്. നമ്മളെ ഏന്തി നടത്തുന്ന കരമുണ്ട്. അങ്ങനെ ഓരോ തരത്തിലാണ് ദൈവത്തിൻ്റെ കരങ്ങളെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ശാശ്വത ഭുജങ്ങളുണ്ട്. അണ്ടർനീത്ത് ദെയർ ഈസ് എവർലാസ്റ്റിംഗ് ആംസ് എന്നാണ് വായിക്കുന്നത്. ഒരു കഴുകനാണെങ്കിൽ കൂടെ ഇളക്കിയിട്ട് അത് വന്ന് പറക്കും. അപ്പോൾ ആ കുഞ്ഞു വന്ന് കൈയും കാലും അടിച്ചിങ്ങനെ അതിനെ വന്ന് ഇങ്ങനെ താങ്ങിക്കൊണ്ടു പോകും. അപ്പോൾ അതിനെ ആപത്ത് ആ സമയത്ത് താങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കരമാ ആ കഴുകന്റെ കരം. അതുപോലെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ വന്ന് ഭാരപ്പെട്ട തളർന്ന് നമ്മൾ മെന്റലി നമ്മളങ്ങ് തളർന്ന് നമ്മുടെ ജീവിത ഭാരങ്ങളാൽ നമ്മൾക്ക് മുമ്പോട്ട് നടക്കാൻ ഒരു ചുവട് പോലും നടക്കാൻ നമ്മളാൽ കഴിയാതെ വരുന്നെന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ദൈവത്തിന്റെ കരം, ആ ശാശ്വത ഭുജമാണ് നമ്മളെ താങ്ങുന്നത്. നമ്മൾക്ക് ആ ജീവിത ഭാരങ്ങൾ, കുടുംബത്തിന്റെ ഓരോ ഭാരങ്ങൾ, വേദനകൾ, വലിയവർക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന ഭാരങ്ങൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അനേക പ്രയാസങ്ങൾ, മെന്റൽ ടോർച്ചറുകൾ, ഇതെല്ലാം കടന്നു വരുമ്പോൾ നമ്മളെ താങ്ങുന്ന ഒരു ശാശ്വത ഭുജമേ നമ്മളുടെ ജീവിതത്തിലുള്ളൂ. ആ കരം നമ്മളെ ഈ വരുന്ന മാസം അതിശയമായി നടത്തും. ഉദാഹരണമായിട്ട് നമ്മൾ വായിക്കുന്നത് മോശെ വന്ന് 40 വർഷക്കാലം വനാന്തരത്തിൽ നടത്തിക്കൊണ്ടുപോയ ആ കരമാ ശാശ്വത ഭുജം. ആ ശാശ്വത ഭുജങ്ങൾ ആ മോശയെ നടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ പോയി തളർന്നു കിടന്ന് ആ ചൂരച്ചെടിയുടെ അടിയിൽ മതി യഹോവേ എന്ന് പറഞ്ഞ് ഭാരങ്ങളെ കൊണ്ട് ജീവിതത്തിന് മരണ വരുമെന്നുള്ള ഭയം കൊണ്ട് അവിടെ തളർന്നു കിടന്ന സമയത്ത് ദൈവത്തിന്റെ കരം അവിടെ താങ്ങി. ദാവീദിനെ ശൗൽ ഓട്ടിക്കുന്ന സമയങ്ങളിൽ ദാവീദിനെ ദൈവത്തിന്റെ കരം താങ്ങി. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. അതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെട്ട് തളർന്നു പോകുമ്പോൾ ഒരപ്പനെ പോലെ നമ്മളെ കാക്കും. ഒരിക്കലും നമ്മളെ വിട്ടു പിരിയാത്തൊരു ദൈവത്തിന്റെ കര എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മളുടെ ജീവിതത്തില് ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ അവർക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ വേണം. അതുപോലെ എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ ഒരു കരുതലിന് വേണ്ടി അവർ ആഗ്രഹിക്കും. പേരൻസ് കരുതുന്നത് പോലെ ദൈവത്തിന്റെ കരം അവർക്കുണ്ട്. ആ
ചെറിയ പ്രായത്തിലെ നമ്മൾ ആ ദൈവത്തിന്റെ കരുതലിലോട്ട് നമ്മൾ അവരെ കൊണ്ടുകൊടുത്താല് കുഞ്ഞുങ്ങൾ ആ കരുതലിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർ ആ വഴികൾ മുന്നേറി കടന്നു വരും. അതേപോലെ നമ്മുടെ ടീനേജേഴ്സിനെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ. നമ്മളുടെ ആ വഴി തെറ്റിപ്പോകാവുന്ന പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസംഘം മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുക. വഴി തെറ്റാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹി വിൽ ഡയറക്ട് us in the correct paths. അപ്പോൾ ആ വഴികളിലേക്ക് നടത്തുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ ഏത് കറക്റ്റ് ഏത് റോങ് എന്ന് തെരഞ്ഞെടുക്കാൻ ദൈവം അവിടെ സഹായിക്കും. നമ്മളെല്ലാവരും വിവാഹിതരായി കടന്നുപോയി മുന്നോട്ട് കുടുംബവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിലെ പല ഭാരങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ അവരെ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരുടെ ഭാവി കാര്യങ്ങള്, കുടുംബത്തിലെ രോഗദുഃഖങ്ങള്, വീട് കെട്ടിയെടുക്കാനുള്ള പ്രയാസങ്ങള്, ജോലി സ്ഥലത്തുള്ള ഭാരങ്ങൾ, പേരൻസ്, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ ആ ഒരു അഡൽട്ട്ഹുഡിൽ നമുക്ക് കടന്നു വരുമ്പോൾ ദൈവസംഘം മുഴങ്കൽ മടക്ക് ആ ദൈവത്തിന്റെ കരം, ആ ശാശ്വത ഭുജം നിന്നെ താങ്ങും. ആ ദൈവം നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ താങ്ങി, സാരമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീതിയുള്ള അലങ്കാരം കൊണ്ട് താങ്ങും. അപ്പൊ ആ ദൈവത്തിന്റെ കരം നമ്മളെ താങ്ങും. ആ സമയത്ത് നമ്മളെ താങ്ങും. നമ്മൾ ശത്രുക്കളാല് എപ്പോഴും വന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളും നമ്മളെ കാക്കുന്ന ഒരു കരമുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു കരമുണ്ട്. ഒരു കീഴ വീണ ഒരു കുഞ്ഞിനെ ഒരു പിതാവ് എടുത്ത് തോളിലേറ്റി ആശ്വസിപ്പിക്കുന്നത് പോലെ പല സമയങ്ങളിലും നമ്മളെല്ലാം വലിയവരെ ആര് നമ്മളെ ആശ്വസിപ്പാനാണ്? നമ്മളിങ്ങനെ ആശ്രയമില്ലാതെ നിൽക്കുന്ന നേരങ്ങളിൽ ദൈവത്തിന്റെ പൈതലിന് ദൈവമാണ് അവനെ വന്ന് കംഫർട്ട് ചെയ്ത് ഒരു ആശ്വാസവും സമാധാനവും കൊടുത്ത് തോളിലേറ്റി നടക്കുന്ന ഒരു പിതാവിനെ പോലെ നമ്മളെ കൊണ്ട് നടക്കും. അങ്ങനെ ഓരോ സമയങ്ങളിലും നമ്മളുടെ വാർദ്ധക്യമായിരിക്കുന്ന കാലങ്ങളിലും ദൈവത്തിന്റെ ആശ്വാസവും ദൈവത്തിന്റെ സമാധാനവും ആ കരങ്ങളിലുണ്ട്. എല്ലാ നേരങ്ങളിലും ഏത് സമയത്തും സമയം വ്യത്യാസം കൂടാതെ അടുത്ത് ചെല്ലുവാൻ കഴിവുള്ള ഒരു സ്ഥലം ആ കൃപാസനത്തിന്റെ അടുത്ത്. ആ കൃപാസനത്തിനടുത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ ദൈവത്തിന്റെ കരം നമ്മൾക്ക് വലിയ കാര്യങ്ങളെ ചെയ്യും. ഏത് പ്രയാസമായിക്കോട്ടെ, ഏത് ഞെരുക്കമായിക്കോട്ടെ, ശത്രു നമ്മളെ ഞെരുക്കട്ടെ, അല്ലെങ്കിൽ രോഗം നമ്മളെ ഞെരുക്കട്ടെ, നമ്മളുടെ കടഭാരങ്ങൾ നമ്മളെ ഞെരുക്കട്ടെ, കുടുംബത്തിലുള്ള വിഷയങ്ങൾക്ക് വിടുതലില്ലാതെ ഭാരപ്പെടട്ടെ, കണ്ണുനീരിന്റെ അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നേരങ്ങളിൽ പോലും ആ ദൈവസംഘം നമ്മൾ മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവത്തിന്റെ കരത്തിനാൽ നമ്മളെ താങ്ങി നടത്തും. ഈ മാസം ദൈവം നിങ്ങളെ അതിശയമായി നടത്താൻ പോവുക. അപ്രകാരം ദൈവം നടത്തും. ആ ശാശ്വത ഭുജങ്ങളാൽ ദൈവം നമ്മളെ നടത്തും. നമ്മളെ നിത്യതയെ കൊണ്ടെത്തിക്കുന്ന ആ ശാശ്വത കരമുണ്ട്. എല്ലാ സമയങ്ങളിലും ആ കരത്തിലേക്ക് നമ്മൾ നോക്കിയ എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ സമയങ്ങളില് നമ്മുടെ ദാസന്റെ കണ്ണ് എവിടെ? യജമാനന്റെ കയ്യിലേക്കാ. എല്ലാ സമയങ്ങളിലും ദാസന്മാരായി ദൈവസന്നിധിയിൽ നമ്മൾ മുഴക്കൽ മടക്കി യജമാനിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഒരു സമാധാനം നമുക്ക് കാണാൻ പറ്റും. ആ വിഷയത്തിന് ഒരു വിടുതൽ കാണാൻ പറ്റും. ഒരു സൊല്യൂഷൻ അവിടെ കാണാൻ പറ്റും. ആ രോഗത്തിന് ആശ്വാസം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ മാസം ദൈവം നിങ്ങളെ അതിശയമായി നടത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ കർത്താവേ, ഈ പുതിയ മാസം ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ കടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന കർത്താവേ, ജനത്തോടൊപ്പം കർത്താവേ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് നിൽക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം, പുരാതനായ ദൈവം, ഞങ്ങളുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ശാശ്വത ഭുജങ്ങളിൽ ഞങ്ങൾ ആശ്രയിച്ച് കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ കർത്താവേ ദിവസങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ജീവിതത്തിന്റെ തോണി തുഴഞ്ഞു പോകുമ്പോഴും ആമേൻ ഞങ്ങളാൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കർത്താവെ പലയിടങ്ങളിലും ഞങ്ങൾ കർത്താവെ സ്റ്റക്കായ ഇടങ്ങളുണ്ട്. പലയിടങ്ങളിലെ തടസ്സങ്ങൾ കടന്നു വന്ന് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാതെ ഭാരപ്പെട്ട ഇടങ്ങളുണ്ട് കർത്താവെ. ഈ മാസക്കാലം അതിനെല്ലാം ദൈവകരങ്ങളിൽ കൊണ്ടുവന്ന് തരുന്നു കർത്താവെ. അവിടുന്ന് സഹായിക്കണമേ. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്.
എല്ലാം ആമേൻ ഹല്ലേലൂയ പ്രകൃതിദത്തമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഉണ്ട്. ഞങ്ങളെ ഉണ്ടാക്കി ഞങ്ങളെ സൃഷ്ടി കർത്താവ്, അയാളുടെ ദൈവമായിരിക്കുന്ന കർത്താവ് ഞങ്ങളെ കീഴെ ഒരു ശാശ്വത ഭുജത്തിനാല് താങ്ങിക്കൊണ്ടിരിക്കുകയാല് സ്തോത്രം ചെയ്യുന്നു. അയാളുടെ സകല ഭാരങ്ങളുമായി ദൈവത്തിന്റെ പാദപീഠത്തിൽ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവെ. ഒരു വിടുതൽ ഉണ്ടാകട്ടെ. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൽ ആമേൻ സ്വസ്ഥതയില്ലെന്ന് ഞരങ്ങുമ്പോൾ ശാശ്വത ഭുജങ്ങളിനാൽ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ശബ്ദം ആമേൻ ഈ മാസക്കാലം അവർ അതിശയമായി നടത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അവരുടെ കർത്താവെ ഞെരുക്കങ്ങള്, അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അവരുടെ പലതരത്തിലെ ശത്രുവായിട്ട് ഞെരുക്കുന്ന പല മണ്ഡലങ്ങളെയും ഇന്ന് പൽക്കാലം ദൈവ കരങ്ങളെ കൊണ്ടുവന്ന് തരുന്നു. കർത്താവ് അവരെ വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കീഴെ ആ ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളിനാലെ കർത്താവെ അവരെ വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിനെ സംഹരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഒരു മഹാവീരനെ പോലെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് കർത്താവെ അവരെ ജയത്തോടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും മനഭാരങ്ങൾ ക്ലേശങ്ങൾ കഷ്ടങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകട്ടെ യേശുവേ. നിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമായി കർത്താവെ ദൈവജനം എഴുന്നേൽക്കുവാൻ കർത്താവെ ഇവിടുന്ന് കൃപചെമരണ പ്രാർത്ഥിക്കുന്നു. പുതിയ മാസം തന്ന വചനത്തിനായി സ്തോത്രം. വചനത്തിന് പ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ആമേൻ ഒരു ദൈവ പൈതലായി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ ആ ശാശ്വത ഭുജങ്ങളിൽ എപ്പോഴും മറഞ്ഞിരുപ്പാൻ ഒളിഞ്ഞിരുപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ശത്രു കാണാനോ ദുഷ്ടൻ തൊടാൻ ഇടയാക്കാതെ കൃപയ്ക്കുള്ള ഞങ്ങളെ ഓരോരുത്തരെ മൂടിക്കാത്തുള്ളൂ. അത്ഭുത അതിശയമായി നിങ്ങളെ നടത്തിയാട്ടെ. കൃപ കൂടെ ഇരിക്കട്ടെ. യേശു മൂലം യാചിക്കുന്നു, കേട്ടുത്തരമുള്ളവരാണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.